ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിമിൽ ചെറിയൊരു ട്രക്ക് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് മേടിച്ചെടുക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇതിന് ആദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ആപ്പാണ്. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് മീൻസ് ആ ഒരു ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കാണാൻ പറ്റിയ ഒരു വീഡിയോ ചെന്ന് കണ്ടാൽ മതി. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്തതിൽ കേരള മോഡ്സ് എന്നുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ചിലപ്പോൾ ആഡ് കാര്യങ്ങളൊക്കെ വരും, അത് സ്കിപ്പ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് ബസ് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതേപോലത്തെ ഒരു മോഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് സൈഡിലായിട്ട് ട്രക്ക് എന്ന് കാണാൻ പറ്റും. ട്രക്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ആദ്യം കാണാൻ പറ്റുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രക്കിൻ്റെ മോഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ട്രക്കാണ്. അപ്പോൾ ഈ ഒരു ട്രക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജിലോട്ട് പോകും, മീൻസ് നിങ്ങൾ ക്രോം ബ്രൗസറിലോട്ട് പോകും. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാൻ പറ്റും ലിങ്ക് കണക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു മഞ്ഞ ഐക്കണിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ പേജ് പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ബാക്ക് അടിച്ചുക. അപ്പോൾ കുറച്ച് സെക്കൻഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അവിടെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ അതിൽ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ഡൗൺലോഡ് ഡബിൾ ടാപ്പ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഡബിൾ ടാപ്പ് നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ചിലപ്പോൾ വേറെ പേജിലോട്ട് പോകും, അപ്പോൾ ബാക്കിലോട്ട് അടിക്കുക. എന്നിട്ട് ഡബിൾ ടാപ്പ് വീണ്ടും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മേലെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മോഡിൻ്റെ ഫയല് കാര്യങ്ങൾക്ക്. ഒരു 2-3 MB കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത പോലത്തെ വീഡിയോസുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ട്രക്കിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നും, നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിം ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബസ് മോഡ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, മീൻസ് നമ്മൾ നേരത്തെ കാണിച്ച ബസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ ബസ് മോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ മാറും നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ആ മോഡെന്ന് എഴുതിയ ഭാഗത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ സൈഡിലായിട്ടൊരു മോഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്, നേരത്തെ നമ്മൾ മോഡെന്നാണ് ഇപ്പോൾ ഇമ്പോർട്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ തൊട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തൊട്ട് നേരെ നിങ്ങൾ ഫയൽ മാനേജറിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മേലെ സെലക്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൺഫേം കൊടുക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബസ് മോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതായിട്ടുണ്ടാവും, മീൻസ് ആഡ് ആയിട്ടുണ്ടാവും നമ്മുടെ ട്രക്കിൻ്റെ മോഡ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ ട്രക്ക് മോഡ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ട്രക്ക് മോഡ് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീടാണ്ട് ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിൽക്കും നമ്മുടെ ട്രക്കിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിമിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ട്രക്കിൻ്റെ ഒരു ഫണ്ണിയുള്ളൊരു ഗെയിം പ്ലേ വീഡിയോ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.